പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇവിടുത്തെ 2.5 ഏക്കർ സ്ഥലം കെട്ടിട നിർമ്മാണത്തിനായി പോളിക്ക് വിട്ടുനൽകിയെങ്കിലും ക്വാർട്ടേഴ്സുകൾ KIP ഒഴിയാത്തതാണ് നിർമ്മാണത്തിന് തടസ്സമാകുന്നത്. LDF ഭരണകാലത്ത് കെട്ടിടത്തിനും ലേഡീസ് ഹോസ്റ്റലിനുമായി 3,65,00,000 രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ക്വാർട്ടേഴ്സുകൾ ഒഴിയാത്തതിനാൽ പണി തുടങ്ങാനാവാത്ത അവസ്ഥയാണ്. ഇതുമൂലം ഫണ്ട് പാഴായി പോകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കെട്ടിടമില്ലാത്തതിനാൽ ലാബ്, പ്രാക്ടിക്കൽ സൗകര്യവുമില്ല. അതിനാൽ ആഴ്ചയിൽ 2 തവണ എഴുകോൺ, കൊട്ടിയം പോളിടെക്നിക്കുകളിൽ പോയാണ് വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ പഠനം നടത്തുന്നത്. ലാബ് നിർമ്മാണത്തിനായി KIPയുടെ ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന മുറി 7 ദിവസത്തിനകം ഒഴിയണമെന്ന് ഒക്ടോബർ 20-ന് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. ഇതും നടപ്പിലാക്കിയിട്ടില്ല. വിദ്യാർത്ഥി പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഒട്ടനവധി സമരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമുണ്ട് SFIക്ക്. അതുപോലെ തന്നെ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത സമരപരിപാടിയിലേക്ക് SFI നീങ്ങുമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ KIPയുടേതായിട്ടുള്ള 2 ഗോഡൌണുകളുണ്ട്. ഈ 2 ഗോഡൌണുകളും അതുകൊണ്ട് അവർക്ക് KIPക്ക് യാതൊരു വിധമായ പ്രയോജനമുള്ള കാര്യമല്ല. പക്ഷേ അത് ഒഴിഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും അവിടെ ലാബ് സജ്ജീകരിച്ച് ഇലക്ട്രിക്കലിൽ വേറെ എങ്ങും പോകാൻ. ഇപ്പോൾ അവർ ലാബ് ചെയ്യുന്നത് കൊട്ടിയം SM പോളിയിലാണ്. കൊട്ടിയം SM പോളിയിൽ ഇവിടെ പിന്നെ അങ്ങ് പത്തനാപുരത്തും കുളത്തൂപ്പുഴയൊക്കെയുള്ള കുട്ടികൾ രാവിലെ കൊട്ടിയം SM പോളി വരെ പോയി പിന്നെ കൊട്ടിയവും എഴുകോളും പോയി ലാബ് ചെയ്യുക, തിരിച്ചു വരിക. ഇങ്ങനൊരു സിസ്റ്റമാണുള്ളത്. തീർച്ചയായിട്ടും. സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത, പുനലൂർ.